അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് ഗ്രേഡിയന്റ് എന്ന് കണ്ടു അല്ലെ. അതായത് നമ്മൾ ഒരു ഡെറിവേഷനിലൂടെ ഗ്രേഡിയന്റിന് ഒരു ഡെഫിനിഷൻ കൊടുത്തു അല്ലെ. എന്താ ഗ്രേഡിയന്റ്? ദാറ്റ് ഈസ് ഗ്രാഡ് ഫൈ അല്ലെ, അല്ലെങ്കിൽ ഗ്രാഡ് ടി എന്നാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്തത്, ഓർ ഗ്രാഡ് ഫൈ എനി ഫംഗ്ഷൻ. ദെൻ ദിസ് ഈസ് എ ഡെൽ ഓപ്പറേറ്റർ. ഇതൊരു ഓപ്പറേറ്റർ ആണ് അല്ലെ. ഈ ഓപ്പറേറ്റർ ഇവിടെ ടെമ്പറേച്ചർ കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നു. ദെൻ ഫൈ അനദർ ഫംഗ്ഷൻ. ഫൈ എന്ന് പറയുന്നത് മറ്റൊരു ഫംഗ്ഷൻ ആണ്, അതും ഡെല്ലിനെ കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് മീനിങ്. ദെൻ ഇനി നമുക്ക് എന്താണ് ഗ്രേഡിയന്റ് എന്ന് കണ്ടു അല്ലെ. ഇതിന് നമ്മൾ ഗ്രാഡ് ഫൈ എന്നാ പറയുന്നത്. ഇനി ഈ ഒരു ഗ്രേഡിയന്റ് വെച്ചിട്ട് നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് ഫിസിക്സിൽ വരും. അപ്പൊ നമുക്ക് 1-2 പ്രോബ്ലംസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്തു നോക്കുന്നത്. സോ ഫസ്റ്റ് പ്രോബ്ലം ആണ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഗിവൺ ഫൈ ഓഫ് XYZ ഈക്വൽ ടു R, then evaluate del R. അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? ഫൈ ഓഫ് XYZ ഈക്വൽ ടു R, then എന്താ നമ്മളോട് കാണാൻ പറഞ്ഞത്? del R. del R ആണ് നമ്മളോട് ഇവാലുവേറ്റ് ചെയ്യാൻ പറഞ്ഞത്. അപ്പൊ നമ്മുടെ ഫംഗ്ഷൻ നമുക്ക് കിട്ടിയില്ലേ. then del R ആണ് നമ്മൾ കാണേണ്ടത്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് എന്താ ഡെൽ എന്ന്, നമ്മൾ എങ്ങനെയായിരുന്നു ഡെല്ലിനെ ഡിഫൈൻ ചെയ്തത്? ദാറ്റ് ഈസ് ഡെൽ ഈക്വൽ ടു ഓപ്പറേറ്റർ ആണ് അല്ലെ, ഒരു വെക്ടർ ക്വാണ്ടിറ്റി, വെക്ടർ ഓപ്പറേറ്റർ ആണ്. സോ ഇറ്റ് ഹാവ് ഡയറക്ഷൻ. സോ I ഡോ ബൈ ഡോ എക്സ് പ്ലസ് ജെ ഡോ ബൈ ഡോ വൈ പ്ലസ് കെ ഡോ ബൈ ഡോ സെറ്റ് അല്ലെ. ഇതായിരുന്നു നമ്മുടെ ഓപ്പറേറ്റർ, ഡെൽ ഓപ്പറേറ്റർ. ദെൻ നമ്മൾ ഇവിടെ എന്തുകൊണ്ടാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്? R അല്ലെ. R എന്ന് പറഞ്ഞാൽ എന്താണ്? പൊസിഷൻ വെക്ടർ. വെക്ടർ ഇവിടെ വെക്ടർ ആണെങ്കിൽ വെക്ടർ ക്വാണ്ടിറ്റി, വെക്ടർ ഡയറക്ഷൻ ഉണ്ടാവും അല്ലെ. R ആക്ച്വലി പൊസിഷൻ വെക്ടറിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക, ദാറ്റ് ഇസ് വെക്ടർ R. ഇതല്ലേ പൊസിഷൻ വെക്ടർ? ദാറ്റ് ഈസ് xi പ്ലസ് yj പ്ലസ് zk. ഇതാണ് നമ്മുടെ പൊസിഷൻ വെക്ടർ അല്ലെ. പക്ഷെ അതാണോ ഇവിടെ കൊടുത്തത്? ഇവിടെ R എന്ന് മാത്രമേ കൊടുത്തുള്ളൂ. അതായത് ഈ പൊസിഷൻ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് R. അതെങ്ങനെയാ നമ്മൾ മാഗ്നിറ്റ്യൂഡ് കാണുക? R ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ, അങ്ങനെയല്ലേ? ഒരു വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം നമ്മൾ എങ്ങനെയാ കാണുക? ഇതിനെയാണ് സിംപ്ലി R എന്ന് പറയുന്നത്. മാഗ്നിറ്റ്യൂഡ് കാണുക ഐയുടെ കോഎഫിഷ്യന്റിന്റെ സ്ക്വയർ പ്ലസ് ജെയുടെ കോഎഫിഷ്യന്റിന്റെ സ്ക്വയർ പ്ലസ് കെയുടെ കോഎഫിഷ്യന്റിന്റെ സ്ക്വയർ. അപ്പൊ അങ്ങനെയല്ലേ ഇവിടെ ഉള്ളത്. ഓക്കെ, ദെൻ നമ്മുടെ വെക്ടർ R ഈക്വൽ ടു, അതായത് വെക്ടർ R ഇതാണ്. ദെൻ മാഗ്നിറ്റ്യൂഡ് ഓഫ് R എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ഈ പ്രോബ്ലത്തിൽ ഈ ഡെല്ലിനെ നമ്മൾ R കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യാനാണ് അല്ലെ. ഡെൽ R എന്ന് പറഞ്ഞാൽ ഇതിനെ R കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യാനാ പറഞ്ഞത് അല്ലെ. അപ്പൊ ഈ R എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റി എന്താണ്? ഇതാണ് അല്ലെ. ദാറ്റ് ഈസ് I ഡോ ബൈ ഡോ എക്സ് പ്ലസ് ജെ ഡോ ബൈ ഡോ വൈ പ്ലസ് കെ ഡോ ബൈ ഡോ സെഡ് അല്ലെ. ഇതിനെ ഈ R കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുക, ദാറ്റ് ഈസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യാനാണ്. അപ്പൊ നിങ്ങൾ നോക്ക്, നമുക്ക് ഇതിലെ ഓരോ ടേംസിനെയും ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഞാനൊന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതട്ടെ. ഓക്കെ, I ഡോ ബൈ ഡോ എക്സ് ഓഫ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ അല്ലെ. നിങ്ങൾക്ക് മനസ്സിലാവാൻ ഈ സ്റ്റെപ്പ് ഒന്നും നിങ്ങൾ ഒരിക്കലും എഴുതരുത് കേട്ടോ. കാരണം നിങ്ങൾക്ക് ഈ ഒരു പ്രോബ്ലത്തിൽ മാത്രമേ ഞാൻ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എഴുതുന്നുള്ളൂ. ഇതിനെ ഓരോ ടേമിനെയും ഇതുകൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. ജെ ഡോ ബൈ ഓഫ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ പ്ലസ് കെ ഇൻറ്റു, ഇതൊക്കെ വെക്ടർ ഡയറക്ഷൻ ആണ് കേട്ടോ. ഡോ ബൈ ഡോ എക്സ് ഡോ സെഡ് ഓഫ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ അല്ലേ. അല്ലെ നിങ്ങൾ നോക്ക്, നമുക്ക് ഇതിനെ ഓരോന്നിനും ഡിഫറൻഷിയേറ്റ് ചെയ്യാം. Then ഇവിടെ നോക്ക് ഡോ ബൈ ഡോ എക്സ് ഓഫ് ദിസ് ക്വാണ്ടിറ്റി
അതായത് ഇത് എന്ന് പറഞ്ഞാൽ റൂട്ട്, നിങ്ങൾ ഒരു ടേം ഒറ്റ ഒരു ടേമേ ഇതിന്റെ ഉള്ളിലുള്ളൂ. അല്ലെങ്കിൽ റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ? റൂട്ട് എക്സ് ഈക്വൽ ടു 1/2 റൂട്ട് എക്സ് അല്ലെ. 1/2 റൂട്ട് എക്സ് അല്ലേ ഡെറിവേറ്റീവ്. d/dx ഓഫ് റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1/2 റൂട്ട് എക്സ്. അതുപോലെ നമ്മൾ എന്ത് ചെയ്യുക? റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ റൂട്ട് ദിസ് ക്വാണ്ടിറ്റിയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എടുത്താൽ എന്തായിരിക്കും കിട്ടുക? ദാറ്റ് ഈസ് I into 1/2 into root of x എന്ന് പറഞ്ഞ ഈ ഒരു ക്വാണ്ടിറ്റി. ഇതിന് മൊത്തം നിങ്ങൾ എക്സ് ആയിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1/2 into റൂട്ട് എക്സ് എന്നല്ലേ. അപ്പൊ എക്സിന് പകരം ദാറ്റ് ഈസ് x square plus y square plus z square അല്ലെ. അങ്ങനെ ആ റൂട്ട് എക്സിന് ഡിഫറൻഷിയേറ്റ് ചെയ്തു. ദെൻ നിങ്ങൾ നോക്ക്, വിത്ത് റെസ്പെക്ട് ടു എക്സിലാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത് അല്ലെ. അപ്പൊ ഇവിടെ നോക്കി, ഇതിന്റെ ഉള്ളിൽ പിന്നെ ഒരു എക്സ് സ്ക്വയർ ഇല്ലേ. അപ്പൊ ഈ ഡിഫറൻസ് ഈ ഡെറിവേറ്റീവ് എടുക്കുന്ന സമയത്ത് ഈ എക്സ് സ്ക്വയറിന്റെയും കൂടെ ഡെറിവേറ്റീവ് എടുക്കണ്ടേ. സോ എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താ? 2x അല്ലേ. അപ്പൊ ഇൻറ്റു 2x. ഇതൊക്കെ നമ്മൾ സിമ്പിൾ ആയിട്ട് +2 ലെവലിൽ പഠിക്കുന്ന കാര്യങ്ങളാണ് അല്ലെ. 2x. ദെൻ അത് കഴിഞ്ഞു. ദെൻ y പിന്നെ ഇവിടെ ഉള്ളത് വൈയും സെഡും ആണ് അല്ലെ. വൈനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുമില്ല അല്ലെ, അത് 0 ആണ്. അതേപോലെ സെഡിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുമോ? അതും ഇല്ല, അതും 0 ആണ്. അപ്പൊ അപ്പൊ നമ്മളെ ഫസ്റ്റ് ഡെറിവേറ്റീവ് കഴിഞ്ഞു അല്ലെ. ദെൻ പ്ലസ് I കഴിഞ്ഞു. ദെൻ j ഇൻറ്റു ഇതേപോലെ 1/∂y ഓഫ് റൂട്ട് y, റൂട്ട് അല്ലെ ആ റൂട്ട് എക്സിന്റെ അതേ ഫോമിൽ തന്നെ, ദാറ്റ് ഈസ് 1/2 റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ എന്ന് വരും അല്ലെ. ദെൻ ഇവിടെ നോക്ക്, ഇവിടെ വിത്ത് റെസ്പെക്ട് വൈയിൽ പിന്നെയും വൈയെ ഈ ക്വാണ്ടിറ്റി ഡിപെൻഡ് ചെയ്യുന്നില്ലേ, വൈ സ്ക്വയർ ഉണ്ട് അല്ലെ. അപ്പൊ അതിനെ എഗെയിൻ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യണം ഇൻറ്റു 2y അല്ലെ. ദെൻ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഇവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കാര്യം ഉണ്ടല്ലോ അല്ലെ, അത് 0 ആയിപ്പോ. അതേപോലെ സെഡിലും നമുക്ക് അവിടെ ഡെറിവേറ്റീവ് എടുക്കാൻ പറ്റില്ല. സോ 2y. ഇതേപോലെ നമ്മൾ z ടേമിലും എഴുതുക, ദാറ്റ് ഈസ് k ∂/∂z ഓഫ് റൂട്ട് ഓഫ് x സ്ക്വയർ പ്ലസ് y സ്ക്വയർ പ്ലസ് z സ്ക്വയർ. അതായത് 1/2 റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ വന്നു അല്ലെ. ദെൻ ഇതേപോലെ ഇവിടെ സെഡ് സ്ക്വയർ ഉണ്ട് അല്ലെ. വിത്ത് റെസ്പെക്ട് ടു സെഡ് ആണ് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ സെഡ് സ്ക്വയർ ഉണ്ട്. ഇൻറ്റു സെഡ് സ്ക്വയറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താല് 2z. അപ്പൊ നമുക്ക് എന്താ കിട്ടിയത്? ദാറ്റ് ഈസ് 2xi/2 റൂട്ട് ഓഫ് x സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ വന്നു അല്ലെ. പ്ലസ് 2yj/2 ഇൻറ്റു റൂട്ട് ഓഫ് x സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ വന്നു അല്ലെ. ഇതേപോലെ പ്ലസ് 2zk ഡിവൈഡഡ് ബൈ 2 റൂട്ട് ഓഫ് x സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ വന്നു അല്ലെ. ദെൻ 2 ക്യാൻസൽ ചെയ്തില്ലേ. അപ്പൊ നമുക്ക് കിട്ടിയ ബാക്കി എന്താ ഉള്ളത്? നിങ്ങൾ നോക്ക്, ഡിനോമിനേറ്റർ ഫുള്ള് റൂട്ട് ഓഫ് x സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ അല്ലേ. അപ്പൊ ഞാനത് കോമൺ ആയിട്ട് എടുത്തു. ദെൻ ന്യൂമറേറ്ററിൽ എന്തൊക്കെയാ ഉള്ളത്? ഡിനോമിനേറ്റർ കോമൺ ആണ് അല്ലെ. ന്യൂമറേറ്ററിൽ ആഡ് ചെയ്യാൻ പറ്റും, നേരിട്ട് ഇല്ല അല്ലെ. കാരണം i j k എന്നുള്ളത് 3 ഡയറക്ഷൻ ആണ്. xi പ്ലസ് yj പ്ലസ് zk അല്ലെ മുകളിലുള്ളത്. നോക്കൂ നിങ്ങൾ, xi പ്ലസ് yj പ്ലസ് zk അല്ലെ. ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ മുഴുവൻ സെയിം അല്ലേ. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് x സ്ക്വയർ പ്ലസ് y സ്ക്വയർ പ്ലസ് z സ്ക്വയർ അല്ലേ. ഇനി നിങ്ങൾ നോക്കൂ, ഈ xi പ്ലസ് yj പ്ലസ് zk എന്താണ്? ആക്ച്വലി xi പ്ലസ് yj പ്ലസ് zk വെക്ടർ r അല്ലേ. വിച്ച് ഈസ് ഈക്വൽ ടു, അപ്പൊ ഇതിന് പകരം എനിക്ക് വെക്ടർ r എന്ന് കൊടുത്തൂടെ? വെക്ടർ r ഡിവൈഡഡ് ബൈ ദെൻ ഈ റൂട്ട് ഓഫ് x സ്ക്വയർ പ്ലസ് y സ്ക്വയർ പ്ലസ് z സ്ക്വയർ എന്താണ്? റൂട്ട് ഓഫ് x സ്ക്വയർ പ്ലസ് y സ്ക്വയർ പ്ലസ് z സ്ക്വയർ എന്താണ്? അതായത് ആറിന്റെ മാഗ്നിറ്റ്യൂഡ് അല്ലെ. നമ്മളെ പൊസിഷൻ വെക്ടറിന്റെ അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് എന്ത്? r. ഇത്രയും കിട്ടിയില്ലേ? ഓക്കെ, ഇനി നിങ്ങൾ നോക്ക്, ഇതിനെ ഇനി നമുക്ക് ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്തൂടെ? ഈ വെക്ടർ r എന്ന് പറഞ്ഞാല് ആക്ച്വലി എന്താണ് മീൻ ചെയ്യുന്നത്? വെക്ടർ r എന്ന് പറഞ്ഞാല്, അതായത് നിങ്ങൾ നോക്ക്, ഒരു
വെക്ടറുടെ ആർ എന്ന് പറയുന്ന മാഗ്നിറ്റ്യൂഡും ഡയറക്ഷൻ വെക്ടർ ആറിന്റെ ഡയറക്ഷൻ അല്ലേ അതിന്റെ യൂണിറ്റ് വെക്ടർ അല്ലേ ആർ ക്യാപ്. ദാറ്റ് ഈസ് ഇത് മാഗ്നിറ്റ്യൂഡും ഇത് ഡയറക്ഷനും അല്ലെ. ഇത് രണ്ടും കൂടെ ചേരുന്ന സമയത്താണ് നമുക്ക് വെക്ടർ ആർ കിട്ടുക അല്ലെ. അതായത് ഇത് ആർ എന്ന് പറയുന്ന വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് ആൻഡ് ദിസ് ഈസ് ഡയറക്ഷൻ യൂണിറ്റ് വെക്ടർ ആണ് അല്ലെ. അപ്പൊ ഇത് രണ്ടും കൂടെ ചേർന്നാലല്ലേ നമുക്ക് വെക്ടർ ആർ കിട്ടുക അല്ലെ. അപ്പം നിങ്ങൾ നോക്ക്, നമുക്ക് ഈ വെക്ടർ ആറിന് നമ്മളിത് നേരത്തെ വെക്ടറിന്റെ ഇൻട്രൊഡക്ഷനിൽ നമ്മൾ പറഞ്ഞതാണ്. ഒരു യൂണിറ്റ് വെക്ടറിന് അതിന്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് നമുക്ക് വെക്ടർ ആർ ഏതൊരു വെക്ടറും കിട്ടുകയാണ് അല്ലെ. അപ്പൊ നിങ്ങൾ നോക്കി ഈ വെക്ടർ ആറിന് നമുക്ക് മാഗ്നിറ്റ്യൂഡ് ദാറ്റ് ഈസ് ആർ ആർ ക്യാപ് എഴുതിക്കൂടെ, ഡിവൈഡഡ് ബൈ ആർ അല്ലെ. അതായത് ഇതും വെക്ടർ ആറിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ്, ഇതും വെക്ടർ ആറിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് അല്ലെ. അപ്പൊ ഇത് തമ്മിൽ ക്യാൻസൽ ചെയ്ത് ബാക്കി നമുക്ക് എന്താ കിട്ടുക, ആർ ക്യാപ് അല്ലെ. അപ്പൊ ഗ്രാഡ് അതായത് ഡെൽ ആർ കാണാനാണ് നമ്മുടെ പ്രോബ്ലം പറഞ്ഞത്. അത് എന്താണ്, ഡെൽ ആർ എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു ആർ ക്യാപ് ആണ് നമുക്ക് കിട്ടിയില്ലേ. അപ്പൊ ഈ പ്രോബ്ലം മനസ്സിലായല്ലോ. നമ്മള് ആർ എന്ന് പറയുന്നത് ഇവിടെ വെക്ടർ ആർ അല്ല, മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ ആർ ആണ് ഇവിടെ. അപ്പൊ ആർ എന്ന് പറയുന്ന പൊസിഷൻ വെക്ടർ അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ xi പ്ലസ് yj പ്ലസ് zk എന്നുള്ള ഫോമില് എഴുതി. ദെൻ ദിസ് ഇസ് മാഗ്നിറ്റ്യൂഡ്. അങ്ങനെ ഡെല്ല് എന്താന്ന് എഴുതി അതിന്റെ മാഗ്നിറ്റ്യൂഡ് വിത്ത് റെസ്പെക്ട് ടു xy z നമ്മൾ ഡെറിവേറ്റീവ് എടുത്തു, പാർഷ്യൽ ഡെറിവേറ്റീവ് എടുത്തു. ഡെറിവേറ്റീവ് എടുത്തിട്ട് നമ്മൾ സിംപ്ലിഫൈ ചെയ്തു. സിംപ്ലിഫൈ ചെയ്തപ്പോ ഡെൽ ആർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെന്ന് കിട്ടി, ഡെൽ ആർ ഈക്വൽ ടു ആർ ക്യാപ് എന്ന് കിട്ടി അല്ലെ. ഇതല്ലേ നമ്മുടെ ആൻസർ. ഓക്കെ, അപ്പൊ ഇത് എല്ലാവർക്കും മനസ്സിലായല്ലോ ഈ ഒരു പ്രോബ്ലം. ദെൻ ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു പ്രോബ്ലം ആണ്. ഇത് മനസ്സിലായില്ലേ. ഇനി നമുക്ക് മറ്റൊരു പ്രോബ്ലം, സെക്കൻഡ് പ്രോബ്ലം. ഷോ ദാറ്റ് del r square equal to 2r and del of 1 by r equal to minus r cap by r square. അപ്പൊ എന്താ നമുക്ക് കാണേണ്ടത്, ഷോ ദാറ്റ് del of r square equal to 2 vector r. ഇതാണ്. അതേപോലെ and del of 1 by r equal to minus r cap by r square. ഇത് രണ്ടുമാണ് നമുക്ക് കാണാൻ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ നോക്കൂ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ഇതാണല്ലേ കാണേണ്ടത്. അപ്പൊ ആദ്യത്തെ കേസിൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്, ഡെൽ ഓഫ് ആർ സ്ക്വയർ ഈക്വൽ ടു 2r ആണോ എന്ന് നോക്കണം അല്ലെ. അപ്പൊ നമ്മുടെ ഡെൽ എന്താ നമ്മൾ ആദ്യം എഴുതുക. ഡെൽ ഓഫ് ആർ സ്ക്വയർ എന്താ, ഡെൽ എന്താ, ഡെൽ ഈക്വൽ ടു I dou by dou x plus j dou by dou y plus k dou by dou z അല്ലേ, dou by dou z. then നിങ്ങൾ r നോക്ക്, r എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് ആണ് അല്ലെ. r ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ആയിരുന്നു അല്ലെ. then ഇവിടെ r സ്ക്വയർ ആണ്. അപ്പൊ ഇതിന് സ്ക്വയർ എടുക്കുന്ന സമയത്ത് ഇവിടെ സ്ക്വയർ എടുക്കുന്ന സമയത്ത് നമുക്ക് എന്താവും, സ്ക്വയറും റൂട്ടും ക്യാൻസൽ ചെയ്ത് ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ മാത്രം അല്ലെ, ആർ സ്ക്വയർ എന്ന് പറഞ്ഞാല്. ഇനി നമുക്ക് ഈ ഡെല്ലിനെ ആർ സ്ക്വയർ കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് ഡെൽ ഓഫ് ആർ സ്ക്വയർ ഈക്വൽ ടു ഗ്രാഡ് ആർ സ്ക്വയർ ഈക്വൽ ടു ഐ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് പ്ലസ് ജെ ഇൻറ്റു ഡോ ബൈ ഡോ വൈ പ്ലസ് കെ ഇൻറ്റു ഡോ ബൈ ഡോ സെഡ് അല്ലെ ഓഫ് എക്സ് സ്ക്വയർ പ്ലസ്, ഇത് സിമ്പിൾ അല്ലേ ഡെറിവേറ്റീവ് എടുക്കാൻ, റൂട്ട് ഒന്നുമില്ലല്ലോ, സെഡ് സ്ക്വയർ. അപ്പൊ നിങ്ങൾ നോക്കുക, ആദ്യത്തെ ഐ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഫസ്റ്റ് ടേം അല്ലെ, ഡോ ബൈ ഡോ എക്സ് ഓഫ് ദിസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ എന്തായിരിക്കും ഇവിടെ, ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് സ്ക്വയർ ചെയ്താൽ 2x അല്ലെ, 2x അല്ലെ. വേറെ എന്തെങ്കിലും വരുമോ, കാരണം വൈയിലും സെഡിലും 0 ആയിരിക്കും അല്ലെ. എക്സ് വേരി ചെയ്യുന്ന എക്സ് വേരിയേഷന് വൈയിലും സെഡിലും ഉണ്ടോ അല്ലെ, 0 ആയിരിക്കും. അപ്പൊ അത് പോയി. ദെൻ പ്ലസ് ജെ ഇൻറ്റു അതേപോലെ ഡോ ബൈ ഡോ വൈ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയറിലും ഇല്ല സെഡ് സ്ക്വയറിലും ഇല്ല, ഈ വൈ സ്ക്വയറിൽ മാത്രമേ ഉള്ളൂ, ദാറ്റ് ഈസ് 2y അല്ലെ. പ്ലസ് അതേപോലെ സെഡിന്റേതോ ഈ സെഡ് സ്ക്വയറിൽ മാത്രമേ ഉള്ളൂ, ദാറ്റ് ഈസ് കെ ക്യാപ്
2z. ഇനി നിങ്ങൾ നോക്ക് 2 കോമൺ ആയി എടുത്തൂടെ. ദാറ്റ് ഈസ് 2 into xi plus yj plus zk അല്ലേ. അപ്പൊ നിങ്ങൾ നോക്ക് 2 into xi plus yj plus zk ആണ്. ഈ xi plus yj plus zk എന്താണ് ആക്ച്വലി? നമ്മുടെ വെക്ടർ r അല്ലേ അല്ലെ. ഇത് എന്ന് പറഞ്ഞാൽ എന്താണ്? വെക്ടർ r അല്ലേ xi. നമ്മുടെ പൊസിഷൻ വെക്ടർ അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ ആണ് നമ്മൾ എന്ത് xi plus yj plus zk എന്നുള്ള ടേമിൽ എഴുതുക. which is equal to 2 ഈ ഡിവൈഡഡ് ബൈ r അല്ല കേട്ടോ. ഇത് ദിസ് ഈസ് അതായത് xi plus yj plus zk എന്ന് പറഞ്ഞ വെക്ടർ r ആണ് എന്ന് പറഞ്ഞത്. ദാറ്റ് ഈസ് 2r എന്ന് കിട്ടിയില്ലേ. ഇതല്ലേ നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്. ദാറ്റ് ഈസ് del r square equal to 2r എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു അല്ലേ. ഓക്കെ, ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ദെൻ അടുത്തത് 1/r ഡെറിവേറ്റീവ് എടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് അടുത്തതിലേക്ക് പോവാം അല്ലെ. ഇനി 1/r ആണ് ചെയ്യേണ്ടത്. ഇതേപോലെ എന്താ r എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഒരു സ്റ്റെപ്പ് തന്നെ ആൻസർ വേഗം പെട്ടെന്ന് തന്നെ ചെയ്യാണ്. i into dou by dou x plus j into dou by dou y plus k into dou by dou z അല്ലേ. then 1/r എന്ന് പറഞ്ഞാൽ എന്താണ്? r എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് 1/r എന്ന് പറഞ്ഞാല് റൂട്ട് ഓഫ് x square plus y square plus z square അല്ലേ. അപ്പൊ നിങ്ങൾക്ക് ചെയ്യാൻ സിമ്പിൾ ആയിട്ട് ഈ റൂട്ടിന് എന്ത് ചെയ്യാ, മുകളിലേക്ക് ഈ റൂട്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും ഹാഫ് അല്ലേ. അപ്പൊ ഇതിന് മുകളിലേക്ക് ഉണ്ടായാൽ മൈനസ് ഹാഫ് ആവും അല്ലെ. അപ്പൊ അങ്ങനെ എഴുതിയാൽ നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് വേഗം കാൽക്കുലേഷൻസ് ഒക്കെ ഡെറിവേറ്റീവ് എടുക്കാൻ സുഖമാണ്. ദാറ്റ് ഇസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് ജെ ഡോ ബൈ ഡോ വൈ പ്ലസ് കെ ഡോ ബൈ ഡോ സെഡ് അല്ലേ. x square plus y square plus z square raised to minus 1 അല്ലേ. അതായത് ഇത് x സ്ക്വയറിനെ 2x എന്ന് എഴുതിയ പോലെ നമുക്ക് ഡെറിവേറ്റീവ് എടുക്കാൻ സുഖമാണ്. വിച്ച് ഇസ് ഈക്വൽ ടു ഇങ്ങോട്ട് എഴുതട്ടെ, സ്ഥലം ഉണ്ടാവില്ല. ആദ്യം എക്സിനെ കൊണ്ട് ഡെറിവേറ്റീവ് എടുക്കാം അല്ലെ. ദാറ്റ് ഇസ് i into minus 1/2. ദാറ്റ് ഇസ് x സ്ക്വയറിനെ 2x എഴുതുന്ന മാതിരി ഇവിടെ സ്ക്വയറിന് പകരം minus 1/2. അപ്പൊ minus 1/2 into ആ ടേം x square plus y square plus z square whole raised to, അതായത് x സ്ക്വയറിന്റെ d by dx of x സ്ക്വയർ എന്ന് പറഞ്ഞാല് 2x ആയില്ലേ. അപ്പൊ ഈ 2 കൊണ്ട് എഴുതി then x ന്റെ പവറിന്ന് 1 കുറഞ്ഞു അല്ലേ. അതായത് 2 ന്ന് 1 കുറഞ്ഞാല് 1 അല്ലേ. അപ്പൊ 2x ആയി. അതേപോലെ മൈനസ് 1/2 ന്ന് 1 കുറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക? മൈനസ് 1/2 മൈനസ് 1 which is equal to മൈനസ് 3/2 അല്ലേ വരിക. അപ്പൊ അതാണ് നിങ്ങൾ ഇവിടെ എഴുതേണ്ടത്. ദാറ്റ് ഇസ് മൈനസ് 3/2 ഇൻറ്റു ഇവിടെ നോക്കൂ. പിന്നെ അതായത് റൂട്ടിന്റെ എഴുതി. ദെൻ ഇവിടെ ഒരു x സ്ക്വയർ ഇല്ലേ, അതിന് ഡെറിവേറ്റീവ് എടുക്കുന്നേരം 2x വന്നു അല്ലെ. ഇനി ഇതേപോലെ ഇത് ഐയുടെ ടേം പ്ലസ് ജെയുടെ ടേം എങ്ങനെയാ? ഇതേപോലെ തന്നെ മൈനസ് 1/2 x സ്ക്വയർ പ്ലസ് y സ്ക്വയർ പ്ലസ് z സ്ക്വയർ ഓൾ റേസ്റ്റ് മൈനസ് 3/2 ഇൻറ്റു 2y പ്ലസ് കെയുടെയും ഇതേപോലെ ടേം k ഇൻറ്റു മൈനസ് 1/2 x സ്ക്വയർ പ്ലസ് y സ്ക്വയർ പ്ലസ് z സ്ക്വയർ ഹോൾ റേസ്റ്റ് മൈനസ് 3/2 ഇൻറ്റു 2z. ഇതാണ് നമ്മളെ 3 ടേം അല്ലെ. നിങ്ങൾ നോക്ക് മൈനസ് 1/2 ഇതല്ലേ നമുക്ക് ചെയ്യേണ്ടത്. ഇവിടുന്ന് 2 എല്ലാത്തിനും 2 2 ക്യാൻസൽ ചെയ്തൂടെ. 1/2 2y 1/2 2z അല്ലേ. അപ്പൊ നമുക്ക് ത്രൂ ഔട്ട് ഒരു മൈനസ് ഉണ്ട് അല്ലെ. ആ മൈനസ് പുറത്തെടുത്ത് ബ്രാക്കറ്റിലാക്കി എഴുതുകയാണ് ബാക്കിയുള്ളത്. അതേപോലെ നിങ്ങൾ ഒരു സിംഗിൾ സ്റ്റെപ്പിൽ എഴുതുകയാണ്. ഈ മൈനസ് 3/2നെ ഇത് പിന്നെ താഴോട്ട് കൊണ്ടുവന്നാൽ 1/x സ്ക്വയർ പ്ലസ് y സ്ക്വയർ പ്ലസ് z സ്ക്വയർ അതിനെ അങ്ങനെ ആക്കുകയാണെങ്കിൽ ഈ മൈനസ് 3/2നെ 3/2 എന്ന് എഴുതിക്കൂടെ. ദാറ്റ് ഈസ് മൈനസ് പുറത്തെടുത്തു അല്ലെ. ദാറ്റ് ഈസ് xi ഡിവൈഡഡ് ബൈ ഇതിപ്പോ x സ്ക്വയർ പ്ലസ് y സ്ക്വയർ പ്ലസ് z സ്ക്വയർ ഹോൾ റേസ്റ്റ് മൈനസ് 3/2 എന്നുള്ളത് മുകളിലായിരുന്നു അല്ലെ. ദെൻ അതിനെ താഴേക്ക് കൊണ്ടുവരുന്ന സമയത്ത് എന്താ വരിക? x സ്ക്വയർ പ്ലസ് y സ്ക്വയർ പ്ലസ് z സ്ക്വയർ ഹോൾ റേസ്റ്റ് 3/2 അല്ലെ. മൈനസ് പ്ലസ് ആയി. അതേപോലെ പ്ലസ് y കാരണം മൈനസ് കോമൺ ആയിട്ട് പുറത്തെടുത്തു. yj ഡിവൈഡഡ് ബൈ
എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഓൾ റേസ് ടു 3/2 അല്ലെ. അതേപോലെ പ്ലസ് കെ സെഡ് കെ ഡിവൈഡഡ് ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഹോൾ റേസ് ടു 3/2. നിങ്ങൾ നോക്ക്, ഇതില് ഡിനോമിനേറ്റർ സെയിം ആണ്, ദാറ്റ് ഈസ് മൈനസ് ഓഫ് അതിനെ കമ്പൈൻ ചെയ്ത് xi പ്ലസ് വൈ ജെ പ്ലസ് സെഡ് കെ ഡിവൈഡഡ് ബൈ ദിസ് ഈസ് ആർ അല്ലെ. അതായത് പിന്നെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ 1/2 എന്ന് പറഞ്ഞാല് 6 അല്ലേ അല്ലെ. ഇതിനെ നോക്കി 3/2നെ 1/2 ഇൻറ്റു 3 അല്ലേ, ഇൻറ്റു 3 അല്ലെ. അപ്പൊ ഈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ പ്ലസ് 1/2 എനിക്ക് എന്ത് എഴുതാൻ പറ്റും, 6 എഴുതാം അല്ലെ. 6 ദെൻ ക്യൂബ് അല്ലെ, ഈ ക്യൂബ് വേറെ, അതായത് 3/2നെ 1/2 ഇൻറ്റു 3 എന്ന് എഴുതാം. അപ്പൊ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഇൻറ്റു 1/2 റേസ് ടു 1/2 എന്ന് പറഞ്ഞാല് 6 ആണ്. ദെൻ r ക്യൂബ് എന്ന് വരും അല്ലെ. അപ്പൊ നമ്മളെ ഇക്വേഷൻ എന്തായി, ഇങ്ങനെയായില്ലേ, അത് കമ്പൈൻ ചെയ്ത് എഴുതിയില്ലേ, r ക്യൂബ് എന്ന് പറഞ്ഞല്ലേ. ഇനി നിങ്ങൾ നോക്കി, ഇത് വെക്ടർ r അല്ലേ, xi പ്ലസ് വൈ ജെ പ്ലസ് സെഡ് കെ which is equal to വെക്ടർ r divided by r ക്യൂബ് അല്ലെ. ദെൻ വെക്ടർ r നെ നമുക്ക് എങ്ങനെ എഴുതാം, അതായത് മാഗ്നിറ്റ്യൂഡ് വെക്ടർ, മാഗ്നിറ്റ്യൂഡ് ആൻഡ് യൂണിറ്റ് വെക്ടറിന്റെ ടേംസിൽ എഴുതാം അല്ലെ, r ക്യൂബ് അല്ലെ. ഈ ആറും ഈ ക്യൂബിലെ ഇതും വെട്ടി സ്ക്വയർ ആവും അവിടെ അല്ലെ, ഒരു ആറും വെട്ടി, ദാറ്റ് ഇസ് മൈനസ് r ക്യാപ് ഡിവൈഡഡ് ബൈ r സ്ക്വയർ. ഇതല്ലേ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്, മൈനസ് r ക്യാപ് ഡിവൈഡഡ് ബൈ r സ്ക്വയർ അല്ലേ. അപ്പൊ del of 1/r ഈക്വൽ ടു മൈനസ് r ക്യാപ് ഡിവൈഡഡ് ബൈ r സ്ക്വയർ. അപ്പൊ ഇതൊന്നുമില്ല, ഒരേ മെത്തേഡ് ആണ്, ജസ്റ്റ് ആ ഡെറിവേറ്റീവ് എടുക്കുന്ന സമയത്ത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ 3 പ്രോബ്ലംസ് ആണ് ചെയ്തത്, ഇനി ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്, അപ്പം അതൊക്കെ ചെയ്തു നോക്കാം. അപ്പൊ ഗ്രേഡിയന്റ് എന്നുള്ള ഭാഗം നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായി എന്ന് കരുതുന്നു. ഓക്കെ, താങ്ക് യു.